എന്താണ് നിങ്ങളുടെ വിഷയം? എന്താണ്? നമ്മൾ നേരെ പാടി, പക്ഷെ അർഹിച്ചത് നമുക്ക് കിട്ടിയില്ല. അർഹിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് കളഞ്ഞ് എഫേർട്ട് എടുത്ത് നമുക്ക് എന്തോ പറയാ, ജഡ്ജസ്മാരിങ്ങനെ പൈസ വാങ്ങിക്കാനാണെങ്കിൽ വേറെ വല്ല മണിക്ക് വെക്കൂടെ? അവരിവിടെ വന്നപ്പോഴേ അവർ പൈസയ്ക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. എന്ത് മാനദണ്ഡത്തിന്റെ പിറകിലാണ് പറയുന്നത്? എന്താ കാര്യം? അവരെക്കാളും നല്ല ആൾക്കാർ പാടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു നാടൻ പാട്ട്, കുഴപ്പമില്ല, അർഹിച്ചവർക്ക് കൊടുക്കണം. ഒരു നാടൻ പാട്ട് അവരടുത്ത് പാടിത്തരാൻ പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ എവിടെ നിന്ന് പോകും? ഒരു നാടൻ പാട്ട് പറഞ്ഞോണ്ട് അവര് മുങ്ങിയല്ല എവിടെ? പക്ഷെ അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ഫസ്റ്റ് കൊടുത്തതെന്ന് അവർ പറഞ്ഞില്ല. ഒരു പോയിന്റ്സ് അവർ പറഞ്ഞില്ല. ഉണ്ടോ? അതൊന്നും പറഞ്ഞില്ല. ഫസ്റ്റ് ഉണ്ട്. അപ്പീൽ പോകണ്ടോ? നമുക്ക് ഫസ്റ്റ് കിട്ടാത്ത നമുക്ക് വിഷമമില്ല. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും ടൈറ്റ് ആയ ഒരു കോമ്പറ്റീഷനിൽ അവർക്ക് ഫസ്റ്റ് കിട്ടിയതിന്റെ വാല്യൂ പോയിന്റ് എന്താണെന്ന് പറയണം. എങ്ങനെ ഒന്നും പറഞ്ഞില്ലേ? ഈ റിസൾട്ട് പറഞ്ഞോടാൻ അവരങ്ങ് പോയി. ഈ പറയുന്ന നാടൻപാടിനെ പറ്റി വ്യക്തമായ അവബോധവും ഒന്നുമില്ലാത്ത ആൾക്കാരാണ്. അതായത് പുതിയ സ്റ്റൈലിൽ മാങ്ങൾ പാടിയെ പോലെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു പരാതി കേട്ടു. ശരിയാണോ അത്? തന്നെ സാർ, തന്നെ ശരിയാണോ അത്? ശരിയാണ്. നമുക്ക് അങ്ങനെ തോന്നി. അല്ലെങ്കിൽ ഒരു നാടൻ പാട്ട് പാടി തന്നിട്ട് അവർക്ക് പൊക്കൂടായിരുന്നു. ഏതായാലും നമ്മൾ പാടിയപ്പോ അവരുടെ മുഖത്ത് ഒരു ഇതുമില്ലായിരുന്നു. ഭയങ്കര ഗൗരവമായിരുന്നു. നമ്മളെന്തോ അവരെ ചെയ്ത കണക്ക്. ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ നമ്മൾ അവരെ മുഖത്ത് നോക്കുമ്പോൾ അവർ ഇങ്ങനെ മുഖമൊക്കെ ദേഷ്യത്തിൽ വെച്ചോണ്ടാണ്. നമ്മളൊരു തെറ്റും ചെയ്തില്ല അവരുടെ. അപ്പീൽ പോയിട്ട് കാര്യമില്ല. വിശ്വാസത്തോടെ പൊക്കൂടെ? അങ്ങനെയല്ല, അപ്പീൽ നമുക്ക് സ്ഥാനമൊന്നും അവർ പറഞ്ഞില്ല. 12 സ്കൂളുണ്ട്, അവർക്ക് എല്ലാവർക്കും കൂടെ അപ്പീൽ കൊടുക്കാൻ പറ്റുമോ? കിട്ടൂല. വെറുതെ പോയിട്ട് നമ്മൾ എഫേർട്ട് വേസ്റ്റ് ആക്കാനാണ് പോകുന്നത്. ശരി. ഏതായാലും ഞാൻ ഈ പറഞ്ഞു വരുന്നത് സംസ്ഥാന റവന്യൂ ജില്ലാ കലോത്സവം ഇവിടെ അവസാനിക്കുകയാണ്. അവസാനം സ്റ്റേജെല്ലാം കഴിഞ്ഞു. ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഒക്കെ വിദ്യാർത്ഥികൾക്കുണ്ട്. കാരണം കുട്ടികളൊക്കെ പറഞ്ഞ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർ എത്രയോ മാസങ്ങളായി പഠിത്തം ഉപേക്ഷിച്ച് ഇതിൻ്റെ പിറകിലുണ്ടെന്നറിയാം. അത്രയും പ്രാക്ടീസും കാണാതെ വന്നു കഴിഞ്ഞിട്ട് ഈ ജഡ്ജസിനെ കുറിച്ചുള്ള പരാതികളൊക്കെ എല്ലാ കലോത്സവങ്ങളിലും വരാനുള്ള സംഭവമാണ്. ഇവിടെയും ഉയർന്നു വന്നു. ഒരുപാട് ഈ നാടൻപാടിൻ്റെ വിഷയമാണ് കേട്ടത്. എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തർക്കങ്ങൾ അവസാനിപ്പിക്കാനായിട്ട് മുൻകൈ എടുക്കേണ്ടത് സംഘാടകരാണ്. ശ്രദ്ധിക്കണം. കാരണം കുട്ടികളുടെ കണ്ണീരൊന്നും ഈ കലോത്സവത്തിൽ വീഴാൻ പാടില്ല. വിശ്വാസമുണ്ട്. ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിക.